പെരിയ കല്ലുവട്ടെ ഇരട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമ സംഭവങ്ങളിൽ പ്രതി ചേർക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് MP ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരായി ജാമ്യം എടുത്തു. ഹോസ്ദുർഗ് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ചൊവ്വാഴ്ച ഡീൻ കുര്യാക്കോസ് ഹാജരായത്. 13 കേസുകളിൽ പ്രതിയാണ്. കൊലപാതകത്തെ തുടർന്ന് 2019 ഫെബ്രുവരി 17-ന് ഹർത്താൽ ആഹ്വാനം ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ജില്ലയിൽ അങ്ങിങ്ങ് അക്രമങ്ങൾ അരങ്ങേറിയിരുന്നു. ഇതിൻ്റെ ഉത്തരവാദിത്തം ചുമത്തിയാണ് ഡീനെതിരെ കേസെടുത്തത്. കൊല്ലപ്പെട്ട ശരത്ലാലിൻ്റെ പിതാവ് സത്യനാരായണൻ, പ്രാദേശിക കോൺഗ്രസ് നേതാവ് പത്മകുമാർ മോരിയാനം ഇവരാണ് ഡീനിന് ജാമ്യം എടുത്തത്. യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരിക്കലും നികത്താനാവാത്ത നഷ്ടമാണ് പെരിയയിൽ 2019 പ്രിയപ്പെട്ട ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും കൊലപാതകത്തോടുകൂടി ഉണ്ടായിട്ടുള്ളത്. 2 സഹപ്രവർത്തകന്മാരെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ പ്രതിഷേധത്തിൻ്റെ ശബ്ദം കേരളമാസകലം വലിയ തോതിൽ ഉച്ചസ്ഥായിയിൽ അലയടിച്ച ആ കാലഘട്ടത്തിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ച ഹർത്താൽ, ആ ഹർത്താൽ ഒരു അക്രമരഹിത പ്രതിഷേധ സമരമായി കേരള ജനത പിന്നീട് ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ ഹർത്താൽ അനൗൺസ് ചെയ്തതിനെതിരെ, പ്രഖ്യാപിച്ചതിനെതിരെ വലിയ തോതിലുള്ള കള്ളക്കേസുകളാണ് കേരളത്തിലുടനീളം ചുമത്തിയത്. അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന എനിക്കെതിരെ സംസ്ഥാനത്തുടനീളം കേസെടുക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായത്. കാസർഗോഡ് ജില്ലയിൽ നിരപരാധികളായ അനവധി പാർട്ടി പ്രവർത്തകരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലായിടത്തും കേസ് രജിസ്റ്റർ ചെയ്തു. പെരിയയിൽ മാത്രമല്ല, ഈ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ അങ്ങനെ ഒരുപാട് കള്ളക്കേസുകളുണ്ടായി. രാഷ്ട്രീയ വിരോധം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരവസരമായിട്ടാണ് സംസ്ഥാന സർക്കാർ അന്ന് ആ സംഭവത്തെ കണ്ടത്. യഥാർത്ഥത്തിൽ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള, CPMൻ്റെ അരുംകൊല രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം, ഒരു പ്രതികരണം എന്നുള്ള നിലയിലാണ് ജനങ്ങൾ ആ സംഭവത്തെ അല്ലെങ്കിൽ ആ സമരത്തെ കണ്ടതെങ്കിൽ സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപാധിയാക്കി ആ കേസിനെ മാറ്റുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ ഇന്നും പീഡനം അനുഭവിക്കുകയാണ്. വ്യക്തിപരമായി എനിക്ക് 200-ലധികം വരുന്ന കേസുകളാണ് സംസ്ഥാനത്തുടനീളം അതിനുശേഷം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ ഈ ഹോസ്ദുർഗ് കോടതിയിൽ എത്തപ്പെടുമ്പോൾ 13 കേസിൽ ജാമ്യം അനുവദിക്കുമ്പോൾ ഏറ്റവും വലിയ തോതിൽ ഒരു നിമിത്തം എന്നുള്ള നിലയിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ നഷ്ടപ്പെട്ട ശ്രീ ശരത്ലാലിൻ്റെ അച്ഛൻ സത്യേട്ടനാണ് ഇന്ന് ജാമ്യക്കാരനായി എത്തിയത് എന്ന് പറയുന്നത് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത ഒരു വലിയ അനുഭവമായി ഞാൻ കരുതുകയാണ്. സത്യേട്ടൻ്റെ കുടുംബം, അതുപോലെ കൃപേഷിൻ്റെ കുടുംബം, അച്ഛൻ കൃഷ്ണേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അവരെല്ലാവരും, ആ 2 കുടുംബവും ഇന്നും ഈ പ്രസ്ഥാനത്തിനോടൊത്ത് ചേർന്ന് നിൽക്കുകയാണ്. ഈ അരുംകൊല സംഭവത്തിൽ പ്രതികളെ ശിക്ഷിക്കുന്നതുവരെ എല്ലാ തരത്തിലുമുള്ള നിയമപരമായ പോരാട്ടവും അതുപോലെ ധാർമ്മികമായ പോരാട്ടവുമായി നമ്മളെല്ലാവരും അണിചേരുമ്പോൾ ആ കുടുംബം ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി പ്രസ്ഥാനത്തിനോടൊപ്പമുണ്ട്. തീർച്ചയായും കേരള ജനതയുടെ പ്രതിഷേധമാണ് ഈ അവസരത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. പ്രതികൾക്ക് 100% ശിക്ഷ ലഭിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതിനിടയിൽ വരുന്ന ഒരു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ വരുന്ന ഒരു വലിയ ഒരു അനുഭവമാണ്. ഇതിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പകപോക്കലിന് പാത്രമാകേണ്ടി വരുന്ന അനുഭവം. അതിനെ ഞങ്ങൾ ധീരമായി തന്നെ നേരിടുകയാണ്. ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരായിട്ടുള്ള നേതാക്കന്മാർ, പ്രിയപ്പെട്ട ശ്രീ സാജിദ് മൗൽ ഉൾപ്പെടെ, അതുപോലെ ബൗരായി വക്കീൽ ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ്.
അതോടൊപ്പം തന്നെ മറ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസ്, KSUവിൻ്റെ നേതാക്കന്മാർ, സഹപ്രവർത്തകർ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ പകപോക്കൽ രാഷ്ട്രീയത്തിനെതിരായി ശക്തമായി പ്രതികരിക്കുകയാണ്. ഇന്ന് ഈ ജാമ്യമെടുക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയിട്ടുള്ള അഡ്വക്കേറ്റ് ലതീഷ്, അദ്ദേഹം ഉൾപ്പെടെ വക്കീലന്മാരിവിടെയുണ്ട്. തീർച്ചയായും ഈ പോരാട്ടം തുടരും.